കോൺഗ്രസിന്റെ രണ്ടാം സ്ഥാനാർത്ഥി പട്ടിക കൂടി പുറത്തു വന്നതോടെ സംസ്ഥാനത്ത് മത്സരചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി മുന്നണികൾ പൂർണ്ണമായും തെരഞ്ഞെടുപ്പ് പ്രചാരണ ആവശ്യത്തിലേക്ക് കടക്കും. 37 മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കൂടി പ്രഖ്യാപിച്ചതോടെ യു.ഡി.എഫ് ക്യാമ്പിൽ നല്ല വ്യക്തത വന്നിട്ടുണ്ട്. തിരുവനന്തപുരം മണ്ഡലത്തിൽ LDF NDA സ്ഥാനാർത്ഥികളുടെ കാര്യത്തിൽ ഇപ്പോഴും തീരുമാനമായിട്ടില്ല എന്നാണ് ബ്യൂറോ അറിയിക്കുന്നത്. ബി ദിലീപ് കുമാർ സെൻട്രൽ ന്യൂസ് ഡെസ്കിൽ നിന്ന് തത്സമയം ചേരുന്നു. ദിലീപ്, ശരിക്കും ഇന്നലെ കുറേ നാടകീയമായ നിമിഷങ്ങൾക്ക് ശേഷം രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക പുറത്തു വന്നു. അതിനകത്ത് നാടകീയതയൊന്നും ഇല്ലായിരുന്നു താനും. നമ്മൾ പ്രതീക്ഷിച്ചതൊക്കെ മാത്രമേ അതിലുണ്ടായിരുന്നുള്ളൂ. പറയൂ. ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ്. കോൺഗ്രസിലെ സീറ്റ് തർക്കമൊക്കെ ചായക്കോപ്പയിലെ കൊടുങ്കാറ്റായി മാറിയിരിക്കുകയാണ്. ഇപ്പോൾ പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ ഒതുങ്ങിയെന്ന് പറയാം. പക്ഷേ ചില സ്ഥലങ്ങളിൽ കണ്ണൂരിൽ കെ സുധാകരൻ ഇനി ഏതെങ്കിലും തരത്തിൽ തുടർന്ന് നിലപാട് സ്വീകരിക്കുമോ എന്നതറിയാൻ ആകാംക്ഷയോടെ രാഷ്ട്രീയ കേരളം ഉറ്റുനോക്കുന്നുണ്ട്. പെരുമ്പാവൂരിൽ എൽദോസ് കുന്നപ്പിള്ളിൻ്റെ തുടർ നീക്കങ്ങൾ എന്തായിരിക്കും എന്ന് നോക്കുന്നുണ്ട്. അതൊഴിച്ചു നിർത്തിയാൽ മറ്റു സ്ഥലങ്ങളിലൊക്കെ ഈ സ്ഥാനാർത്ഥി നിർണയവുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളൊക്കെ ഏറെക്കുറെ പറഞ്ഞു തീർത്തിരിക്കുകയാണ് കോൺഗ്രസ് നേതൃത്വം. ഇന്ന് അവധിയായതുകൊണ്ട് നാമനിർദ്ദേശ പത്രികാ സമർപ്പണം നടക്കില്ല. ഇനി നാളെയും തിങ്കളാഴ്ചയും മാത്രമാണ് നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കാനുള്ള സമയപരിധിയിലേക്കുള്ളത്. തിങ്കളാഴ്ച പത്രികാ സമർപ്പണ തീയതി അവസാനിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ദിവസങ്ങളിൽ, ഇനിയുള്ള ദിവസങ്ങളിൽ സ്ഥാനാർത്ഥികൾ പരമാവധി വോട്ടർമാരിലേക്ക് എത്തുന്നതിനുള്ള പ്രചാരണ തിരക്കിലായിരിക്കുമെന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഇന്നലെ കോൺഗ്രസ് രണ്ടാം ഘട്ട പട്ടിക, അതായത് കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള പട്ടിക പൂർണ്ണമായി പ്രഖ്യാപിച്ച് കഴിഞ്ഞിരിക്കുകയാണ്. 92 സീറ്റുകളിലെ സ്ഥാനാർത്ഥികളെയാണ് കോൺഗ്രസ് ആദ്യഘട്ടവും രണ്ടാം ഘട്ടവുമായി പ്രഖ്യാപിച്ചിട്ടുള്ളത്. 3 സീറ്റുകളിൽ CPIM വിമതരെയാണ് കോൺഗ്രസ് നേതൃത്വം പിന്തുണയ്ക്കുന്നത്. അമ്പലപ്പുഴയിൽ മുൻ മന്ത്രിയും CPIM നേതാവുമായ G സുധാകരനെ, ഒറ്റപ്പാലത്ത് CPIM നേതാവായിരുന്ന PK ശശിയെ പിന്തുണയ്ക്കുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. തളിപ്പറമ്പിൽ TK ഗോവിന്ദൻ, CPIMന്റെ കണ്ണൂർ ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമായിരുന്ന TK ഗോവിന്ദനെ പിന്തുണയ്ക്കുന്നതിനുള്ള തീരുമാനമാണ് എടുത്തിട്ടുള്ളത്. പയ്യന്നൂരിൽ PV കുഞ്ഞികൃഷ്ണനെ പിന്തുണയ്ക്കാൻ നേരത്തെ തന്നെ RSP തീരുമാനിച്ചിരുന്നു. RSPക്ക് വിട്ടു നൽകിയ സീറ്റാണ് പയ്യന്നൂർ. അതുകൊണ്ട് പയ്യന്നൂരിലെ സ്ഥാനാർത്ഥി ഇതടക്കം പയ്യന്നൂർ, തളിപ്പറമ്പ്, ഒറ്റപ്പാലം, അമ്പലപ്പുഴ ഈ മണ്ഡലങ്ങളിലെ സ്ഥാനാർത്ഥികളെ കുറിച്ചാണ് ഈ പട്ടികകളിൽ പരാമർശമില്ലാതിരുന്നത്. ഏതായാലും ഇതോടുകൂടി സ്ഥാനാർത്ഥികളെ സംബന്ധിച്ചുള്ള ചിത്രം കേരളത്തിൽ തെളിഞ്ഞിരിക്കുകയാണ്. ഇനി തിരുവനന്തപുരം സെൻട്രൽ മണ്ഡലത്തിൽ ആരായിരിക്കും LDFന്റെയും NDAയുടെയും സ്ഥാനാർത്ഥി എന്നറിയാൻ മാത്രമുള്ള ആകാംക്ഷയേ ഉള്ളൂ. അവിടെ V സുരേന്ദ്രൻപിള്ള കഴിഞ്ഞ ദിവസം RJD വിട്ടിരുന്നു. ആ സുരേന്ദ്രൻപിള്ള ഏതു പക്ഷത്തായിരിക്കും ഇനി നിലയുറപ്പിക്കുന്നത് എന്നതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. BJP സഖ്യം V സുരേന്ദ്രൻപിള്ളയെ അവിടെ സ്ഥാനാർത്ഥിയാക്കുന്നതിന് തീവ്ര ശ്രമം നടത്തുന്നുണ്ട്. CPIM നേതൃത്വവും V സുരേന്ദ്രൻപിള്ള അവിടെ സ്ഥാനാർത്ഥിയാകണം എന്ന നിലപാടുണ്ട്. പക്ഷേ സ്ഥാനാർത്ഥിയെ ഇതുവരെ ഈ 2 പാർട്ടികളും പ്രഖ്യാപിച്ചിട്ടില്ല. UDF ആകട്ടെ CMP നേതാവ് CP ജോണിനെയാണ് അവിടെ സ്ഥാനാർത്ഥിയാക്കി നിശ്ചയിച്ചിട്ടുള്ളത്. ഇതിനകം തന്നെ പ്രചാരണത്തിൽ CP ജോൺ അവിടെ കളമുറപ്പിച്ച് കഴിയുകയും ചെയ്തിട്ടുണ്ട്. ഈ CPIMന്റെ അല്ലെങ്കിൽ LDFന്റെയും BJPയുടെയും NDAയുടെയും സ്ഥാനാർത്ഥി ആരെന്ന് മാത്രമാണ്. കഴിഞ്ഞ തവണ നടൻ കൃഷ്ണകുമാർ ആയിരുന്നു തിരുവനന്തപുരം സെൻട്രലിൽ BJP സഖ്യത്തിന്റെ സ്ഥാനാർത്ഥി. ഇത്തവണ കൃഷ്ണകുമാറിന് സീറ്റില്ല എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റു മണ്ഡലങ്ങളിൽ, സംസ്ഥാനത്തെ ശേഷിക്കുന്ന 139 മണ്ഡലങ്ങളിലും കളം വ്യക്തമായിരിക്കുകയാണ്. മത്സരരംഗം പൊടിപാറുമെന്നുറപ്പാണ്. ഓക്കെ, ദിലീപ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. രണ്ടാം ഘട്ട സ്ഥാനാർത്ഥി പട്ടിക കൂടി ഇന്നലെ രാത്രി പുറത്തു വന്നതോടെ മത്സര ചിത്രം തെളിഞ്ഞു കഴിഞ്ഞു. ഇനി സീറ്റ് ലഭിക്കുമെന്ന് പ്രതീക്ഷിച്ച ചില ആളുകളുടെ പ്രതികരണങ്ങൾ മാത്രമേ വരാനുള്ളൂ. പ്രത്യേകിച്ച് കണ്ണൂരിലാണ് കെ സുധാകരൻ നിലപാടെടുക്കും. പ്രത്യേകിച്ച് ചന്ദ്രൻ ചിറയിലൊക്കെ പറയുന്നു ശാന്തനായി കാണുന്ന സുധാകരനെയാണ് കൂടുതൽ ഭയക്കേണ്ടത് എന്നാണ് ചിറയിൽ ചന്ദ്രൻ പറയുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.